അവഞ്ചേഴ്സ് എൻഡ് ഗെയിം വരെ നമ്മുടെ മാർവൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ പടങ്ങളും ഒന്നിനോടൊന്ന് കണക്റ്റഡ് ആയിരിക്കും. അതായത് ഓരോ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് സത്യം പറയുകയാണെങ്കിൽ മാർവലിൻ്റെ പീക്ക് എന്ന് പറയുന്നൊരു സംഭവമാണ് ഈ മാർവലിൻ്റെ ഫേസ് 1 തൊട്ട് ഫേസ് 4 വരെ ഉള്ളത്. അതിനുശേഷം എൻഡ് ഗെയിമിന് ശേഷം എന്താ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. അതായത് നേരെ കുത്തനെ നിന്നിട്ടുണ്ടായിരുന്ന ഒരു ഗ്രാഫ് താഴേക്ക് ഇറങ്ങി പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിന് മുമ്പ് തന്നെ നമ്മൾ ഓൾറെഡി ഫേസ് 5 കുറിച്ചും 6 കുറിച്ചുള്ള ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫേസ് 1 തൊട്ട് 4 വരെയുള്ള മൂവീസിനെ കുറിച്ചും കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മുടെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഫസ്റ്റ് പടമായിട്ട് ഇറങ്ങുന്ന പടമാണ് ദ ഇൻക്രെഡിബിൾ ഹൾക്ക്. ആക്ച്വലി അതിൻ്റെ അയൺമാൻ ആയിരിക്കും എന്നാണ് വിചാരിച്ചിട്ടുണ്ടാവുക. ആക്ച്വലി അയൺമാൻ ആയിരുന്നു ആദ്യം ഇറങ്ങേണ്ടിയിരുന്നത്. പക്ഷേ എന്തോ ചില പ്രശ്നങ്ങളൊക്കെ മൂലം ഫസ്റ്റ് നമ്മുടെ ഇൻക്രെഡിബിൾ ഹൾക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. ആക്ച്വലി അപ്പോൾ ഈ ഹൾക്ക് പടം ഇറങ്ങിയപ്പോൾ ഒരു റീബൂട്ടായിട്ടായിരുന്നു ഇറങ്ങിയത്. അതായത് ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഹൾക്കിൻ്റെ പടങ്ങളൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് വേറെ തന്നെ ഒരു ഹൾക്കിൻ്റെ പുതിയ ഇൻട്രൊഡ്യൂസ് ആയിട്ടായിരിക്കും ഇറങ്ങിയിട്ടുണ്ടാവുക. സോ ആ ഒരു ടൈമിൽ 2008 വലിയൊരു സൂപ്പർ ഹിറ്റൊന്നും അല്ലെങ്കിലും അത്യാവശ്യം ഓടിയിട്ടുണ്ടായിരുന്നു ഈ പടം. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഹൾക്കിനെ ഹൾക്കായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൊരു പടം അത് ഈ ഇൻക്രെഡിബിൾ ഹൾക്കാണ്. ആ പടത്തിൽ ഫസ്റ്റ് ആക്ടറായിട്ടുള്ളത് നമ്മുടെ എഡ്വേർഡ് നോർട്ടൺ ആയിരിക്കും. പക്ഷേ പുള്ളി തന്നെ ആ പടത്തിൻ്റെ സ്ക്രിപ്റ്റിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇടപെട്ടതുകൊണ്ട് തന്നെ മാർവലായിട്ട് പുള്ളിയായിട്ട് ടേംസിന് ഒത്തുപോകാതെ പുള്ളിനെ തന്നെ റീകാസ്റ്റ് ചെയ്ത് നമ്മുടെ മാർക്ക് റഫല്ലോ വന്നു. ആക്ച്വലി പുള്ളി അങ്ങനെ കുറേയൊക്കെ ഇടപെട്ടുകൊണ്ടൊക്കെയാണ് ആ ഹൾക്കിൻ്റെ പടം അത്രയ്ക്ക് ഒരു റോ ആയിട്ട് നമുക്ക് കിട്ടിയത്. അതിൻ്റെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമ്മുടെ അയൺമാൻ വരുന്ന പോലെ കാണിക്കുന്നുണ്ട്. പക്ഷേ ടെക്നിക്കലി ടൈം ലൈൻ പ്രകാരം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇറങ്ങേണ്ടിയിരുന്നത് നമ്മുടെ അയൺമാൻ ആണ്. അതിന് ശേഷമാണ് ഈ ഇൻക്രെഡിബിൾ ഹൾക്ക് ഇറങ്ങേണ്ടത്. അങ്ങനെയാണെങ്കിലേ ആ പോസ്റ്റ് ക്രെഡിറ്റ് സീനും ഇതുമായിട്ട് കണക്റ്റ് ആകത്തുള്ളൂ. അതിന് ശേഷമാണ് നമ്മുടെ അയൺമാൻ പടം ഇറങ്ങുന്നത്. അതായത് MCUവിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ഇപ്പോൾ ഉള്ള നമ്മുടെ മാർവൽ ആവാൻ തന്നെ കാരണമായിട്ടുള്ള ഒരു പടമാണ് ഇത് അയൺമാൻ. ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എടുത്തു പറയേണ്ടത് അഫ്കോഴ്സ് ഇതിൻ്റെ കാസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ RDJ ആണ്. ഐ മീൻ ടോണി സ്റ്റാർക്കായിട്ട് RDJ ആണ്. വേറെ ആർക്കും സെറ്റ് ആവത്തില്ല എന്നുള്ളൊരു രീതിക്ക് തന്നെ പുള്ളി ആ റോൾ സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ ഒരു ബില്യനർ സെൽഫിഷ് ആയിട്ടുണ്ടായിരുന്ന ഒരു ക്യാരക്ടർ പുള്ളിയുടെ ആ വെപ്പൺസൊക്കെ കാരണം ഈ വേൾഡിന് ഉണ്ടാകുന്ന ഡാമേജൊക്കെ മനസ്സിലാക്കിയിട്ട് പുള്ളി തന്നെ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് മാറിയിട്ട് അതിനൊക്കെ ടേക്ക് ഡൗൺ ചെയ്യാൻ നടക്കുവാണ്. പിന്നെ ഇതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടുള്ളൊരു കാര്യവും പുള്ളിയുടെ ആ പവേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യമാണ്. അതായത് പെട്ടെന്നൊരു സൂട്ട് ഉണ്ടാക്കി, അതായത് നമ്മുടെ അയൺ ഹാർട്ടിലൊക്കെ കണ്ടിട്ടുള്ള പോലെ പെട്ടെന്നൊരു സൂട്ട് ഉണ്ടാക്കി അങ്ങ് പറക്കല്ലാതെ പുള്ളി ആ ഓരോ സ്റ്റെപ്പായിട്ട് അയൺമാൻ സൂട്ട് ക്രിയേറ്റ് ചെയ്യുന്നതും അതിൻ്റെ ഡെമോസൊക്കെ പുള്ളി പരിശീലിക്കുന്നതും അതിൽ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് വർക്കായി. ആക്ച്വലി അയൺ ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണുമ്പിള്ള ടോണി സ്റ്റാർക്ക് ബില്യണർ ആയതുകൊണ്ട് മാത്രമാണ് പുള്ളി അയൺമാൻ ആയെന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടാവും. അവൾ ഇതൊക്കെ ശരിക്കും കാണണം. കാരണം ഒന്നുമില്ലാത്തൊരു ഗുഹയുടെ ഉള്ളിൽ നിന്നാണ് പുള്ളിയുടെ ഫസ്റ്റ് മാർക്ക് 1 സൂട്ട് ഉണ്ടാക്കുന്നത് തന്നെ. സോ അയൺമാൻ ആവേ നമ്മുടെ ടോണി സ്റ്റാർക്കിനെ പറ്റുള്ളൂ. അങ്ങനെ അതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമ്മുടെ നിക് ഫ്യൂരി വന്നിട്ട് അയൺമാനെ മീറ്റ് ചെയ്യുന്ന പോലെ ഒരു അവഞ്ചേഴ്സ് ഇനീഷ്യേറ്റീവ് എടുക്കുന്ന പോലെ അവിടെ കാണിച്ചിട്ടുണ്ടാവും. അതിനുശേഷം ആയിരിക്കണം ചിലപ്പോൾ പുള്ളി നമ്മുടെ ഇൻക്രെഡിബിൾ ഹൾക്കിൽ വന്നിട്ട് സംസാരിക്കുന്ന നോക്കോ. അതിനുശേഷം ഇറങ്ങുന്ന ഒരു പടമാണ് നമ്മുടെ അയൺമാൻ 2. പക്ഷേ പേഴ്സണലി അയൺമാൻ്റെ ട്രയോളജിയിൽ തന്നെ എനിക്ക് ഇഷ്ടമല്ലാത്തെന്ന് വെച്ചാൽ കുറച്ചൊരു പോരാന്ന് തോന്നിയിട്ടുള്ള ഒരു പടമാണ് ഈ അയൺമാൻ 2 എന്ന് വിചാരിച്ചിട്ട് പടം മോശമാണെന്നല്ല. പ്രത്യേകിച്ച് ഇതിൽ എടുത്തു പറയേണ്ട നമ്മുടെ വില്ലൻസ് തന്നെയാണ്. കാരണം വിപ്ലാഷും ജസ്റ്റിൻ ഹാമറൊക്കെ ആണെങ്കിലും അത്രയ്ക്ക് ഒരു വില്ലൻ ടൈപ്പ് ആണെന്ന് നമുക്ക് തോന്നുന്നില്ല. ഒരു കോമഡി പോലെ എനിക്ക് തോന്നി. പക്ഷേ ഈ പടത്തിലാണ് മെയിനായിട്ട് നമ്മുടെ ടോണി സ്റ്റാർക്ക് പുള്ളിയുടെ ലെഗസി കണ്ടുപിടിക്കുന്നതും ആ പുതിയ എലമെൻ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ. മെയിനായിട്ട് പുള്ളിയുടെ ആർക്ക് ക്രിയേറ്ററിൻ്റെ പോയ്സണിങ് ആണ് പുള്ളി തടയാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇതിൽ. അതായത് വില്ലന്മാരുടെ ഒരു ഇൻറ്റൻഷൻ തന്നെ എനിക്ക് വലിയ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഹവേർഡ് സ്റ്റാർക്ക് കാരണം ഒരു ബാധിക്കപ്പെട്ടുള്ള ഒരു കാരണമായിരിക്കും നമ്മുടെ ഇവാൻ വാങ്കോ. അങ്ങനെ അതിന് പകരമായിട്ട് മോനം തകർക്കാൻ വേണ്ടിയിട്ടായിരിക്കും പുള്ളി വരുന്നത്. അതിനുശേഷം നമ്മുടെ ജസ്റ്റിൻ ഹാമർ ആണെങ്കിൽ ടോണി സ്റ്റാർക്കിൻ്റെ ടെക്നോളജി വെച്ചിട്ട് പുള്ളിനെ പോലെ ആവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പുള്ളിയും. ആ വിപ്ലാഷും പുള്ളിയുടേതായിട്ടുള്ള ഒരു അയൺമാൻ സൂട്ട് പോലെയൊക്കെ നമ്മുടെ ജസ്റ്റിൻ ഹാമറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ആ ലാസ്റ്റ് ഫൈറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അയൺമാൻ്റെ സൂട്ടിൻ്റെ എഴുത്ത് പോലും അതുങ്ങളൊന്നും എത്തൂല. പിന്നെ ഇതിൽ മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാർ മെഷീനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് അയൺമാൻ 1 നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കണ്ടിട്ടുണ്ടാവും. ആ ഒരു ക്യാരക്ടറിനെയാണ് ഇതിലും വരുന്നത്. പക്ഷേ ആക്ടറിനെ മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവും. കാരണം ഫസ്റ്റ് മൂവിയിൽ പുള്ളിക്ക് കുറേ പ്രശ്നങ്ങളും പേയ്മെൻറ്റ് കാര്യത്തിലൊക്കെ കുറേ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ പുള്ളി അതിൽ നിന്ന് മാറി അങ്ങനെ നമ്മുടെ ഡോൺ ചിഡലിനെ ഇതിൽ കാസ്റ്റ് ചെയ്തു. മാത്രമല്ല നമ്മുടെ അവഞ്ചേഴ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൽ ഇട്ടിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വാർ മെഷീനെ മാത്രമല്ല നമ്മുടെ ബ്ലാക്ക് വിഡോനെയും ഇതിൽ തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഷീൽഡ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ടാവും. ഇനി ഈ ഒരു പടം നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ പെർസ്പെക്റ്റീവിലേക്ക് വരികയാണെങ്കിൽ 1 പുള്ളിക്ക് ഒരു വേറെ തന്നെ രീതിക്കുള്ള ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും. 3 അതേപോലെ തന്നെ ആയിരിക്കും. പക്ഷേ ഇതിൽ കൃത്യമായിട്ട് അങ്ങനെ ഒന്നുമില്ല. കാരണം എപ്പോഴും ഉള്ള പോലെ തന്നെ പുള്ളി ബാഡ് ഗൈസിനെ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു രീതിക്കായിരിക്കും മൊത്തം പടം കൊണ്ടുപോയിട്ടുണ്ടാവുക. അതിനുശേഷം ഇറങ്ങുന്നതാണ് നമ്മുടെ തോറിൻ്റെ മൂവി. സത്യം പറയുകയാണെങ്കിൽ ഈ തോർ മൂവി നമ്മുടെ അയൺമാൻ 1 പോലെ തന്നെയാണ്. കാരണം അയൺമാനെ പോലെ തന്നെയുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും ഇതിൽ നമ്മുടെ തോറും. അതായത് പുള്ളി കുറച്ച് അഹങ്കാരമൊക്കെ പിടിച്ചിട്ടുള്ള തലക്കാനം പിടിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. പക്ഷേ അതിനുശേഷം പുള്ളി നമ്മുടെ എർത്തിലെത്തിയതിനു ശേഷം ഓഡിൻ ബാനിഷ് ചെയ്തതിനു ശേഷം പുള്ളിയുടെ ലൈഫിൻ്റെ പർപ്പസ് എന്താണെന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പുള്ളി വൃത്തിയായി മാറുന്ന പോലെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. പിന്നെ ഈ ഒരു പടത്തിൽ തന്നെയാണ് നമ്മുടെ MCUവിൽ തന്നെ വൺ ഓഫ് ദ ഗുഡ് വില്ലനെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് നല്ലവനായിട്ടുള്ളൊരു വില്ലൻ.
അതായത് എൻ ഗെയിം വരെയൊക്കെ പുള്ളിനെ വില്ലനായിട്ട് തന്നെ ആയിരിക്കും നമുക്ക് തോന്നിയിട്ടുണ്ടാവുക. അതിനുശേഷം പുള്ളിയുടെ ആർക്കെ മാറ്റിക്കളഞ്ഞു. സോ നല്ലൊരു വില്ലൻ. ആക്ച്വലി ഈ മാർവലിൽ ഇൻഫിനിറ്റി സാഗയിൽ തന്നെ ദ ബെസ്റ്റ് മൂവി എന്നൊന്നും തോർന്ന പറയാൻ പറ്റില്ല. കാരണം അവിടെ പോയി കുറേ ലാഗും കാര്യങ്ങളും കുറച്ച് ഡാർക്കായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പറങ്ങിയിട്ടുള്ള നമ്മുടെ ലവ് ആൻഡ് തണ്ടറൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ഈ പടം എവിടെയോ ആണ്. അതിനുശേഷമാണ് ക്യാപ്റ്റൻ അമേരിക്ക ദ ഫസ്റ്റ് അവഞ്ചർ ഇറങ്ങുന്നത്. ഇതിൻ്റെ മെയിൻ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് തന്നെ ഈ പടത്തിൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ക്യാരക്ടർ ആർക്കാണ്. കാരണം പുള്ളി എന്തുകൊണ്ടാണ് മിലിറ്ററിയിൽ ജോയിൻ ചെയ്യുന്നത്, പുള്ളിയുടെ ലൈഫ് വെച്ച് പുള്ളി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് കൺവേ ആയിട്ടുണ്ടാവും. പുള്ളിയുടെ ക്യാരക്ടർ എന്താണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന്ന്. പുള്ളിക്ക് പവേഴ്സ് കിട്ടുന്നതിന് മുമ്പേ തന്നെ. പിന്നെ ഇതിൽ എനിക്ക് മെയിനായിട്ട് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നുന്നത് ഇതിലെ മെയിൻ വില്ലനാണ്. കാരണം ഇപ്പം നമ്മുടെ മാർവലിൽ എൻ ഗെയിമിലൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെ താനോസിനെ പോലുള്ള വില്ലൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് വില്ലൻ ആവാൻ വേണ്ടിയിട്ട് ഒരു പെർപ്പസ് ഉണ്ടാവും, കറക്റ്റായിട്ടുള്ള ഒരു നല്ലതായിട്ടുള്ളൊരു കാരണം ഉണ്ടാവും. ആ കാര്യം ചെയ്യുന്നത് തെറ്റായിട്ടുള്ള രീതിക്കായിരിക്കും. പക്ഷേ ഇതിൽ നമ്മുടെ റെഡ് സ്കൾ വില്ലനാവാൻ വേണ്ടിയിട്ട് വേൾഡിനെ ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലനാവുന്നത്, അത്രേ ഉള്ളൂ. ഈ ക്ലീശ പരിപാടി തന്നെ. അങ്ങനെ ആ പടത്തിൽ മാഞ്ഞു പോയിട്ടുള്ള റെഡ് സ്കളാണ്. പിന്നെ കാണുന്നത് നമ്മളെ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിലാണ്. അതായത് പുള്ളി അങ്ങ് വോർമിയറിലെത്തി. അതായത് ഒരു സോളോ മൂവി എന്നുള്ള രീതിക്ക് ഒരു നല്ല പടം തന്നെയാണ്. മോശമായിട്ടൊന്നുമില്ല, കിടിലൻ പടമാണ്. അതിന് ശേഷമാണ് നമ്മുടെ മാർവലിൻ്റെ ഫേസ് തന്നെ മാറ്റി മറിച്ചിട്ടുള്ള ദി അവഞ്ചേഴ്സ് ഇറങ്ങുന്നത്. ആ ഒരു ടൈമിൽ ഇങ്ങനെ ഒരു ടീമപ്പ് മൂവിയൊക്കെ വർക്കാവുമെന്ന് തന്നെ ഡൗട്ട് ഉണ്ടായിരുന്ന ആ ടൈമിലാണ് നമ്മുടെ മാർവൽ വന്നിട്ട് ഒരു പൊളി അങ്ങ് പൊളിച്ചിട്ട് പോയത്. അതായത് ഇതിനു മുമ്പ് സോളോ ആയിട്ട് പടങ്ങൾ ഇറക്കി വന്നിട്ടുണ്ടായിരുന്ന തോർ, അയൺമാൻ, ക്യാപ്റ്റൻ അമേരിക്ക ഇവരൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ഒരു പടം. അതും അതിൽ ഒരു ക്യാരക്ടറിന് പ്രത്യേകിച്ച് സ്ക്രീൻ ടൈം കൊടുത്തു കഴിഞ്ഞാൽ അത് മൊത്തം ഇതിലും ബാധിക്കുന്നുള്ളത് തന്നെ ക്ലിയർ ആയിട്ട്. ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ പർപ്പസ് ഉണ്ട്, അവർക്ക് കൃത്യമായിട്ടുള്ള സ്ക്രീൻ ടൈം അതിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിന് മാർവലിനെ സമ്മതിച്ചേ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു പടത്തിലായിരിക്കും നമ്മുടെ ബിഗ് ബാഡായിട്ടുള്ള മെയിനായിട്ടുള്ള നമ്മുടെ താനോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ പടത്തിൽ മെയിനായിട്ട് വില്ലൻ നമ്മുടെ ലോക്കിയാണ്. പക്ഷേ ലോക്കി അങ്ങ് വെറുതെ വില്ലനായിട്ട് വന്ന് ടേക്ക് ഓവർ ചെയ്യാൻ കാണിക്കുന്ന പോലെ അല്ലാതെ പുള്ളി വേറൊരു ഹയർ പവറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന പോലെ ഇതിൽ കാണിച്ച് നമ്മുടെ താനോസിനെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ലാസ്റ്റ് ടീസ് ചെയ്യുകയും ചെയ്തു. സോ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസിൽ ഒന്ന് തന്നെയാണ് ഈ അവഞ്ചേഴ്സ്. അതിനുശേഷം ഇറങ്ങുന്നതാണ് നമ്മുടെ അയൺമാൻ 3. ആക്ച്വലി ഈ പടത്തിനൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു ഹ്യൂമൻ ആണ്. പുള്ളിക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ അയൺമാൻ തന്നെ PTSD കാരണം ബാധിക്കപ്പെട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഈ പുള്ളിയുടെ ഈ പേടിയും കാരണങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും പുള്ളി അത്രയും സൂട്ടുകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് തന്നെ. പക്ഷേ ഇതിലെനിക്ക് ചെറിയൊരു കല്ലിടയായിട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എന്തായാലും നമ്മുടെ അവഞ്ചേഴ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ വീടടക്കം ഇവന്മാർ അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഒരൊറ്റ എഴുതാൻ പോലും വന്ന് നോക്കിയില്ല എന്താ പ്രശ്നമെന്ന്. ശരിയാണ്, നമ്മുടെ തോറൊക്കെ വേറെ അസ്ഗാർഡിലാണ് ഉള്ളതെന്ന് വെക്കാം. പക്ഷേ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ടല്ലോ, പ്രസിഡന്റിനൊക്കെ അത്രയും വലിയ പ്രശ്നം വരുമ്പോൾ ക്യാപ്റ്റൻ അമേരിക്കയെങ്കിലും വന്നിട്ടായിരുന്നു ഇതിൽ. സോ വൺ ഓഫ് ദ മാർവൽ ഫൺ മൂവി തന്നെയാണ്. പക്ഷേ പിന്നെയാണ് നമ്മുടെ തോറിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള തോർ ദ ഡാർക്ക് വേൾഡ് മൂവി ഇറങ്ങുന്നത്. ആക്ച്വലി തോർ ലവ് ആൻഡ് തണ്ടർ ഇറങ്ങുന്നതിന് മുമ്പേ വരെ ഏറ്റവും ലീസ്റ്റ് റേറ്റിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്ന കൊളത്തില്ല എന്നുള്ള രീതിക്ക് ഉണ്ടായിരുന്ന ഒരു പടമായിരുന്നു തോർ ദ ഡാർക്ക് വേൾഡ്. പക്ഷേ ലവ് ആൻഡ് തണ്ടർ ഇറങ്ങിയപ്പോൾ അത് മാറിയിട്ടാ. അതായത് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസിൽ ഈ ഡാർക്ക് വേൾഡ് ഇപ്പോൾ എൻ്ററായി. ഓക്കെ, ഇതിൽ നമ്മുടെ തോറും ലോക്കിയും ടീമപ്പ് ചെയ്യുന്ന പോലെ ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് വലിയ അങ്ങ് ഇൻട്രസ്റ്റിൽ ഇഷ്ടപ്പെട്ടായിരുന്നില്ല ഈ പടം. കാരണം ഇതിൽ നമ്മുടെ ഈത്തറിനെയൊക്കെ കാണിച്ചിട്ട് ഈത്തറായിട്ടുള്ള നമ്മുടെ ഇൻഫിനിറ്റി സ്റ്റോണൊക്കെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ആ ടൈമിൽ അതൊരു ഇൻഫിനിറ്റി സ്റ്റോൺ ആണെന്ന് നമുക്കറിയില്ല. അതിന് ശേഷമാണ് അവരത് ഡെവലപ്പ് ചെയ്ത് നോക്കുക. സോ വെറുതെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടം. അതിനുശേഷം ഇറങ്ങുന്നതാണ് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ സെക്കൻഡ് പടം, അതായത് ക്യാപ്റ്റൻ അമേരിക്ക ദ വിൻ്റർ സോൾജർ. ആക്ച്വലി മാർവലിലെ ഏറ്റവും ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു പടങ്ങൾ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്ന് പറയാൻ പറ്റുന്ന ഒരു പടമാണ് ക്യാപ്റ്റൻ അമേരിക്ക ദ വിൻ്റർ സോൾജർ. അതായത് ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് ആണെങ്കിലും ആ ഒരു മൊത്തം സ്റ്റോറിയുടെ ആ ഒരു ഡെവലപ്മെൻറ്റ് ആണെങ്കിലും എല്ലാം, പ്രത്യേകിച്ച് നമ്മുടെ ബക്കിയുടെ റിവീലിങ്ങും എല്ലാം. സത്യം പറയുകയാണെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്ക 1 നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് ക്യാപ്റ്റൻ അമേരിക്ക എന്ന് പറയുന്ന ആൾ പുള്ളിയുടെ ഒരു ഡെഫിനിഷൻ ക്ലിയർ ആയിട്ട് പൂർത്തിയാക്കുന്ന പോലത്തെ ഒരു പടം അത് ഈ വിൻ്റർ സോൾജറാണ്. അതായത് ഒരു ക്യാരക്ടർ ഇതുവരെ താൻ വിശ്വസിച്ച് പോയിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണെന്നുള്ള രീതിക്ക് അതിനെ തന്നെ എതിർക്കുന്ന ഒരു രീതിക്കായിരിക്കും ഈ പടം തന്നെ പോയിട്ടുണ്ടാവുക. ബേസിക്കലി നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കനെ ക്രിയേറ്റ് ചെയ്ത് തന്നെ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ഒരു പടത്തിൽ ആ അമേരിക്ക തന്നെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് എതിരായിട്ട് തിരിഞ്ഞാൽ എങ്ങനെയുള്ള ഒരു രീതിക്കായിരിക്കും പടം കൊണ്ടുപോയിട്ടുണ്ടാവുക. മൊത്തം അമേരിക്ക അല്ല തിരിഞ്ഞിട്ടുള്ളത്, അതിലുള്ള ചില ഹൈദരാണ് തിരിഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്നാലും കൊള്ളായിരുന്നു പടം. അതിൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ആ റിയലൈസേഷൻ ഒക്കെ ഉണ്ട്. അതായത് പുള്ളിക്ക് അറിയാവുന്ന ആകെ പുള്ളിയുടെ ഫ്രണ്ടായിട്ടുള്ള ഒരാൾ ഒരു ടോപ്പ് അസാസിനാണെന്നൊക്കെ അറിയുമ്പോഴുള്ള പുള്ളിയുടെ ആ ഒരു മാനസികാവസ്ഥയും ആ ആളെ എതിർക്കാൻ പറ്റാത്തുള്ള ഒരു രീതിക്ക് പുള്ളി അടി വാങ്ങുന്നതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൽ മെയിനായിട്ട് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കനെ മാത്രമല്ല നമ്മുടെ ഫാൽക്കണി ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ നട്ടാഷ റോമനോഫ്, അതായത് ഒരു ടോപ്പ് അസാസിൻ എന്നുള്ളതിനുപരി അവർക്ക് ഒരു ക്യാരക്ടർ, നമ്മുടെ നട്ടാഷയ്ക്ക് ഒരു ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ഒക്കെ ഈ പടത്തിൽ കൊടുത്തിട്ടുണ്ടാവും. നമ്മുടെ അയൺമാൻ 3 പറഞ്ഞിട്ടുള്ള അതേ ഒരു കാര്യം തന്നെ എനിക്ക് ഇതിലും പറയാനുള്ളൂ. കാരണം ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുമ്പോൾ അയൺമാനും ഹൾക്കും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. ഇവർക്കൊന്നും വന്ന് ഇടപെട്ടാൽ എന്തായിരുന്നു, അപ്പോൾ പടം തീർന്നു പോകും. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
അതിനുശേഷം ഇറങ്ങുന്ന പടമാണ് നമ്മുടെ ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി. കാരണം ഈ ഒരു പടം എന്ന് പറയുന്നത് തന്നെ ആ ടൈമിലുണ്ടായിരുന്ന സ്റ്റീരിയോ ടൈപ്പുകളൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുള്ളൊരു പടമാണ്. അതായത് മൊത്തം ഈ അമേരിക്കനെയോ വേൾഡിനെയോ രക്ഷിക്കാൻ വരുന്ന പോലെ അല്ലാതെ വേറെ തന്നെ ഒരു സ്ഥലത്ത് നടക്കുന്ന കുറേ ഏലിയൻസിനും ഒരു മരവും പിന്നെ സംസാരിക്കുന്ന ഒരു റക്കൂണ് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ വെച്ചിട്ടായിരിക്കും ഈ പടം തന്നെ പറഞ്ഞിട്ടുണ്ടാവുക. ഈ പടത്തിൻ്റെ മെയിൻ കോർ എന്ന് പറയുന്നത് തന്നെ കുറച്ച് ക്രിമിനൽസ് ആയിട്ട് ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ എങ്ങനെ അവരെ തന്നെ മനസ്സിലാക്കിയിട്ട് ഒരു ടീമായിട്ട് എങ്ങനെയാണ് നമ്മുടെ അവഞ്ചേഴ്സ് ഉള്ളത് അതേപോലെ തന്നെ ഒരു ടീമായിട്ട് ക്രിയേറ്റ് ആവുന്നുള്ളതാണ് ഈ പടം തന്നെ. അങ്ങനെ പടത്തിൻ്റെ എൻഡിൽ അവർ ഒന്നായിട്ട് ദേ ബിക്കേം എ ഫാമിലി. പിന്നെയാണ് അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോൺ ഇറങ്ങുന്നത്. അവഞ്ചേഴ്സ് ഫ്രാഞ്ചൈസിൽ തന്നെ വലിയ നല്ലതുമല്ല എന്നാൽ അത്ര മോശമല്ലാത്തുള്ള ഒരു മിഡ് റേഞ്ചിലുള്ള ഒരു പടമാണ് ഈ അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോൺ. ഈ പടത്തിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ടോണി സ്റ്റാർക്ക് അൾട്രോണിനെ ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അവസാനം ഇവർ തന്നെ അതിനെ നശിപ്പിക്കേണ്ടി വരികയാണ്. മെയിനായിട്ട് ഇതിൽ നമ്മുടെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനൊന്നും വലിയ റോളില്ല. പ്രത്യേകിച്ച് നമ്മുടെ അയൺമാനും ബ്രൂസ് ബാനറിനും അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് വേറെ ആർക്കും ഒരു റോളില്ല. നമ്മുടെ തോറൊക്കെ വെറുതെ വന്നിട്ട് ഫൈറ്റ് ചെയ്യാന്നല്ലാതെ പുള്ളിക്ക് അത് മെയിനായിട്ട് വലിയ റോളൊന്നും ഇല്ല. പിന്നെ നമ്മുടെ ക്ലിൻറ്റിൻ്റെ ഫാമിലിയൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ടാവും. നട്ടാശയ്ക്ക് ഇതിൽ വലിയ റോൾ ഉണ്ടാവില്ല. അതായത് ബാക്കിയുള്ള മെയിനായിട്ട് നമ്മുടെ അവഞ്ചേഴ്സിൽ 3 പേർക്ക് വലിയ റോളേ ഇല്ല ഈ പടത്തിൽ. ഫസ്റ്റ് അവഞ്ചർ മൂവിയിൽ ഓരോ ക്യാരക്ടേഴ്സിനും അവരുടേതായിട്ടുള്ള റീസൺസും അവരുടേതായിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവും ഉണ്ടാവും. പക്ഷേ ആ ഒരു സാധനം ഈ ഒരു പടത്തിൽ മിസ്സിംഗ് ആയിരുന്നു. പക്ഷേ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് സത്യം പറഞ്ഞാൽ അവഞ്ചേഴ്സ് വേഴ്സസ് അൾട്രോൺ മൂവി അല്ല, നമ്മുടെ ടോണി സ്റ്റാർക്ക് വേഴ്സസ് അൾട്രോൺ മൂവിയാണ്. അയൺമാൻ 3 ആയിട്ട് ഇറക്കേണ്ട പടമായിരുന്നു ശരിക്കും. അതാണ് അതേപോലെയാണ് സത്യം പറഞ്ഞാൽ ഈ പടം തന്നെ പോകുന്നത്. മെയിനായിട്ട് നമ്മുടെ ടോണി സ്റ്റാർക്കാണ് ഇതിൻ്റെ പ്ലോട്ട്. അങ്ങനെ ഇതിൽ നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ ആ ഒരു ജേണിയൊക്കെ ഉണ്ട്. കാരണം ഇതിൽ അങ്ങനെ ചെയ്തേ പറ്റൂ. കാരണം എങ്കിൽ മാത്രമേ പുള്ളിക്ക് സിവിൽ വാറിൽ വരാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം അതുമായിട്ട് വലിയ കണക്ഷൻ ഉണ്ടല്ലോ. പിന്നെ ഇതിൽ നമ്മുടെ ക്വിക്ക് സിൽവറിനെയും വാണ്ടേനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ക്വിക്ക് സിൽവറിനെ വന്നു കൊന്നു പോയി. പക്ഷേ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യം നമ്മുടെ അയൺമാൻ വേഴ്സസ് ഹൾക്ക് ആ ഒരു ഫൈറ്റാണ്. അതായത് ഹൾക്കിന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സംഭവമായിരുന്നു എല്ലാവരുടെയും മൈൻഡിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ അയൺമാൻ ഹൾക്ക് ബസ്റ്ററുമായിട്ട് വന്നിട്ട് നോക്കൗട്ട് ചെയ്യും പുള്ളിനെ. സോ ചുരുക്കത്തിൽ നല്ലൊരു പടമാണ്. പക്ഷേ അവഞ്ചേഴ്സ് 1ൻ്റെ അത്രയില്ല. അതിനുശേഷമുള്ള അടുത്ത പടമാണ് ആൻഡ്മാൻ. ആക്ച്വലി ഈ പടം ഓക്കെ ഒരു ആവറേജ് മൂവിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം വലിയൊരു ഗുണമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പടം. ഈ പടത്തിൽ മെയിനായിട്ട് എടുത്തു പറയേണ്ടത് നമ്മുടെ ആൻഡ്മാൻ ആയിട്ടുള്ള പോൾ റെഡിനാണ്. അതായത് പുള്ളിയുടെ ആ ഒരു ക്യാരക്ടറൈസേഷൻ ആണല്ലോ, പുള്ളിയുടെ ആ കോമഡിയൊക്കെ ക്ലിയർ ആയിട്ട് ഇതിൽ വർക്കായിട്ടുണ്ട്. മെയിനായിട്ട് ഇതിൻ്റെ കൺസെപ്റ്റ് നന്നായിട്ട് തന്നെ ഈ പടത്തിൽ യൂസ് ചെയ്തു. അതായത് കുറേ ആയിട്ടുള്ള ചെറിയ സാധനങ്ങൾ കാണിക്കുന്നത്, ആൻസിനെ കാണിക്കുന്നത്, അതൊക്കെ ക്ലിയർ ആയിട്ട് ഈ പടത്തിൽ നല്ലോണം തന്നെ കാണിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ആ ചെറിയ സാധനങ്ങൾ വലുതാകുന്നതൊക്കെ ഈ പടത്തിൽ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ നമ്മുടെ ഫാൽക്കണൊക്കെ വരുന്നുണ്ട്. ഫാൽക്കൺ വേഴ്സസ് ആൻഡ്മാൻ എന്നുള്ളൊരു ഫൈറ്റ് ഉണ്ട്. അവസാനം ഫാൽക്കൺ നാണം കെടുന്ന പോലെയൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇറങ്ങുന്നതാണ് ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ. ആക്ച്വലി ഇത് ക്യാപ്റ്റൻ അമേരിക്കയുടെ 3rd പാർട്ട് പടമായിട്ടാണ് ഇറങ്ങുന്നത്, ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ എന്നുള്ളത്. സത്യം പറയുകയാണെങ്കിൽ ഇതൊരു ശരിക്കും കുട്ടി അവഞ്ചേഴ്സ് പടം തന്നെയാണ്. കാരണം നമ്മുടെ തോറ്, ഹൾക്ക് ഇവരൊഴികെ ബാക്കി എല്ലാവരും ഉണ്ട്. അവരും കൂടെ ഉണ്ടെങ്കിൽ അതൊരു അവഞ്ചേഴ്സ് പടമായിട്ട് പ്രഖ്യാപിക്കുക. അത് മാത്രമല്ലാതെ ഇതിൽ എക്സ്ട്രാ കുറച്ച് അധികം ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസും ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് ഇതിൽ ആക്ഷൻസ് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഈ ഒരു പടത്തിൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ടീമിനാണെങ്കിലും അയൺമാൻ ടീമും പ്രത്യേകിച്ച് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയും അയൺമാനും ആണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഐഡിയോളജി ഉണ്ട്. അവരാണ് ശരിയെന്നുള്ള രീതിക്ക്. അങ്ങനെ ഇതിന് മുമ്പുള്ള പടങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഇതിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ സുക്കോവി അക്കൗണ്ട്സൊക്കെ. അതും നമ്മുടെ ടോണി സ്റ്റാർക്ക് എന്തുകൊണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ആ ഏജ് ഓഫ് അൾട്രോണിൽ ചെയ്തിട്ടുള്ള ആ പുള്ളിയുടെ തന്നെ പൊട്ടത്തരായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാരണം പുള്ളി അവഞ്ചേഴ്സും ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് ഹൈദരായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഒക്കെ കാരണം അങ്ങനെയൊന്നും വേണ്ടാന്ന് പുള്ളി ആഗ്രഹിക്കുന്നത്. അതായത് രണ്ടുപേരുടെ സൈഡ് നോക്കുമ്പോൾ രണ്ടും ശരി തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിന് സിവിൽ വാർ എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു സബ് പ്ലോട്ടും കൂടി പോകുന്നുണ്ടാവും. അതായത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ആ ബക്കിനെ കണ്ടുപിടിക്കുന്നത് അതുമായിട്ടുള്ള വേറെ തന്നെ ഒരു സ്റ്റോറി ലൈൻ പോകുന്നുണ്ടാവും. അങ്ങനെ ഇതിലായിരിക്കും നമ്മുടെ ഫസ്റ്റായിട്ട് നമ്മൾ സ്പൈഡർമാൻ MCUവിൽ കാണുന്നതും അതേപോലെ തന്നെ ബ്ലാക്ക് പാന്തറിനെ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ലാസ്റ്റ് അവസാനം നമ്മുടെ അയൺമാൻ ആണെങ്കിൽ എൻ്റെ അപ്പൻ്റെ ചട്ടി വന്നിട്ട് പോടാന്ന് പറയുന്നതൊക്കെ കൊള്ളായിരുന്നു. ആക്ച്വലി ജനറൽ റോസ് പറയുന്നത് തന്നെ എന്താ സംഭവം, അവഞ്ചേഴ്സ് ന്യൂയോർക്കിൽ നടന്നിട്ടുണ്ടായിരുന്ന ആ ബാറ്റിലും പിന്നെ ആ വാഷിങ്ടൺ DC നടന്നിട്ടുണ്ടായിരുന്ന ആ ബാറ്റിലും പിന്നെ സുക്കോവയിൽ ആ ബാറ്റിലൊക്കെ കാരണമാണ് അവഞ്ചേഴ്സിനെ ഗവൺമെൻറ് കീഴിൽ കൊണ്ടുവരണം എന്നൊക്കെ അവർ ശ്രമിക്കുന്നത്. പക്ഷേ ഈ ഫൈറ്റ് ഒന്നും അവഞ്ചേഴ്സിൻ്റെ തെറ്റല്ലല്ലോ. അത് ലോക്കി കാരണം അവഞ്ചേഴ്സ് 1ൽ അതേപോലെ തന്നെ സുക്കോവയിൽ നടന്ന ഫൈറ്റ് അവഞ്ചേഴ്സിൻ്റെ തെറ്റല്ല, അയൺമാൻ്റെ തെറ്റാണ്. ശരിക്കും അവനാണ് ഇവിടെ ചകത്തിട്ടുണ്ട്. പക്ഷേ അവഞ്ചേഴ്സ് എന്ത് വെച്ചു. പിന്നെ അതിൽ നമ്മുടെ ബാരൻ സീമോട് ആ പ്ലോട്ട് വേണമെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടില്ല. ശരിയാണ്, പുള്ളി ഉണ്ടെങ്കിലേ ലാസ്റ്റുള്ള നമ്മുടെ ആ ഫൈറ്റ് ക്യാപ്റ്റൻ അമേരിക്ക വേഴ്സസ് അയൺമാൻ എന്നുള്ള ആ ഫൈറ്റിലേക്ക് ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അത് വേറെ എന്തെങ്കിലും ഒരു രീതിക്ക് നമ്മുടെ അയൺമാൻ ആ സത്യം അറിയുന്ന പോലെ കാണിച്ചാൽ മതിയായിരുന്നു. ഈ സീമോടെ ഈ സംഭവം വേണമെന്നില്ലായിരുന്നു. പക്ഷേ ആ അവഞ്ചേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പടത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. സോ വൺ ഓഫ് ദ ഗുഡ് മൂവി തന്നെയാണ് ഈ ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ. അതിനുശേഷമുള്ള പടമാണ് ഡോക്ടർ സ്ട്രേഞ്ച്. ആക്ച്വലി ഈ ഒരു പടം ഇറങ്ങിയ ടൈമിലൊക്കെ വലിയൊരു ഹിറ്റ് തന്നെയായിരുന്നു. പക്ഷേ ഞാൻ ഈ പടമൊന്നും കണ്ടിട്ടില്ലായിരുന്നു. കാരണം എനിക്ക് അങ്ങനെ ഒരു ക്ലിയർ ആയിട്ട് ഈ ക്യാരക്ടറിനെ കുറിച്ചുള്ള ഒരു അറിവൊന്നും ഉണ്ടായിരുന്നില്ല.
അങ്ങനെ അതിന് ശേഷമാണ് ഈ പടം നമ്മുടെ സ്റ്റാർ മൂവീസിലാണ് ഞാൻ ഈ പടം ഇരുന്ന് കാണുന്നത്. അപ്പോഴാണ് ഇമ്മാതിരി പടമൊക്കെ നമ്മൾ തിയേറ്ററിൽ മിസ് ചെയ്തല്ലോ എന്ന് ആലോചിച്ചത്. അതായത് ഒരു സൂപ്പർ നാച്ചുറൽ സംഭവങ്ങളിലൊന്നും ഒരു വിശ്വാസമില്ലാത്ത ഒരാൾ പുള്ളിയുടെ ലൈഫിൽ അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ പുള്ളി അത് വിശ്വസിച്ചു. കാരണം അതൊക്കെ ഉള്ള സത്യമാണെന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ മെയിനായിട്ട് എടുത്തു വരേണ്ട ഈ പടത്തിൻ്റെ വിഷ്വൽസ് ആണ്. കാരണം പുള്ളിയാണെങ്കിൽ ആ ആസ്ട്രൽ ഫോമിലേക്ക് പോകുമ്പോഴും പുള്ളി ആ നമ്മുടെ ഏൻഷ്യൻ്റ് വൺ ആ വിഷൻ പോലത്തെ ഒരു സാധനം കാണിച്ചു കൊടുക്കുമ്പോൾ ആ വിഷ്വൽസൊക്കെ ക്ലിയർ ആയിട്ട് ആ വിഷ്വൽസൊക്കെ അടിപൊളിയായിരുന്നു. അതായത് മാർവലിൻ്റെ വൺ ഓഫ് ദ ഫൺ മൂവിയാണ്, കണ്ടിരിക്കാം. അതിന് ശേഷമുള്ള പടമാണ് ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി വോളിയം 2. ആക്ച്വലി ഈ ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സിക്ക് മൊത്തം ഒരു ട്രയോളജി തന്നെ ഇറങ്ങിയിട്ടുണ്ട്, 1, 2, 3 എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ മൊത്തം ട്രയോളജിയിൽ തന്നെ വലിയ അഭിപ്രായമൊന്നും ഇല്ലാത്തൊരു പടമാണ് ഈ ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി വോളിയം 2. ഇതിൽ കുറച്ച് ഇമോഷണൽ സീൻസൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ യാണ്ടുവിനെ ഇതിൽ കൊല്ലുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ പീറ്റർ പുള്ളിയുടെ ആയിട്ടുള്ള ഒരു ഫാമിലി തപ്പിപ്പോകുന്നുണ്ട്. അങ്ങനെ പുള്ളിയുടെ ഫാദറായിട്ടുള്ള ഈഗോനെയൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് പുള്ളി മനസ്സിലാക്കുന്നത് പുള്ളിയുടെ ഫാമിലി ഓൾറെഡി പുള്ളിയുടെ കൂടെ തന്നെ ഉണ്ട്. അതായത് ഗാർഡിയൻസ് ആണ് പുള്ളിയുടെ ഫാമിലി. പിന്നെ നമ്മുടെ യാണ്ടുയുടെ ആ പ്രിസൺ എസ്കേപ്പ് സീനൊക്കെ കിടലായിരുന്നു, ആ അമ്പ പോലത്തെ സാധനമൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു പടത്തിലായിരിക്കും ആ ഗാർഡിയൻസിൻ്റെ പുതിയൊരു മെമ്പറായിട്ടുള്ള നമ്മുടെ മാൻഡിസിൻ്റെ എൻട്രിയും. അതായത് കൂടുതലായിട്ടൊന്നും പറയാനില്ല, ഇത് മോശം പടം എന്നൊന്നും അല്ല, പക്ഷേ കിടിലം പടത്തിലേക്ക് എത്തിയിട്ടുമില്ല. അതിനുശേഷം ഇറങ്ങുന്നതാണ് നമ്മുടെ സ്പൈഡർമാൻ ഹോം കമ്മിങ്. ആക്ച്വലി നമ്മുടെ അയൺമാനേക്കാളും പോപ്പുലർ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് സ്പൈഡർമാൻ ഒരു പടത്തിലുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ആ പടത്തിൻ്റെ ഹൈപ്പ് കയറും. പക്ഷേ ഈ ഒരു ഹോം കമ്മിങ്ങിന് ഹൈപ്പ് കയറാൻ തന്നെ കാരണം ഈ പടത്തിൽ അയൺമാൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴായിരുന്നു. നമ്മുടെ ടോണി സ്റ്റാർക്കിനെ തന്നെ ഒരു ഫാദർ ഫിഗർ പോലെ ആയിരിക്കും നമ്മുടെ സ്പൈഡർമാൻ ഇതിൽ പോർട്രേ ചെയ്തിട്ടുണ്ടാവുക. അതായത് നമ്മുടെ പീറ്റർ പാർക്കർ ചില കാര്യങ്ങൾ എടുക്കുന്നതും പുള്ളിയുടെ ചില തീരുമാനങ്ങൾ കാരണം അത് തെറ്റാണെന്ന് ബാക്കി എല്ലാവരും പറയും. പക്ഷേ പുള്ളിക്കറിയാം അത് ശരിയാണെന്ന്. അങ്ങനെ പുള്ളി അത് ചെയ്യും, അങ്ങനെ അത് നേരെയാക്കും. അങ്ങനെ ഒരു നല്ല നമ്മുടെ സ്പൈഡർമാൻ്റെ ക്യാരക്ടർ എന്താണോ ആ ക്യാരക്ടറിനെ വെൽ ഡിഫൈൻഡ് ആയിട്ടായിരിക്കും ഇതിൽ കാണിച്ചിട്ടുണ്ടാവുക. അതായത് മൊത്തം സ്പൈഡർമാൻ പടങ്ങളിൽ വെച്ചിട്ട് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പൈഡർമാൻ മൂവി എന്നൊന്നും പറയാൻ പറ്റില്ല, വൺ ഓഫ് ദ ഗുഡ് മൂവി. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ടോബി മേക്കറിൻ്റെ സ്പൈഡർമാൻ പടങ്ങളാണ്. അതിനുശേഷം ഇറങ്ങുന്നതാണ് നമ്മുടെ തോർ റാഗ്നറോക്ക്. ആക്ച്വലി നമ്മുടെ തോറിൻ്റെ ക്യാരക്ടറിനെ തന്നെ അങ്ങ് ചേഞ്ച് ചെയ്ത് കളഞ്ഞ ഒരു പടമാണ് ഈ തോർ റാഗ്നറോക്ക്. ആക്ച്വലി അതുവരെ നമ്മൾ അവഞ്ചേഴ്സിൽ കണ്ടിട്ടുണ്ടായിരുന്ന തോറാണെങ്കിലും തോറിൻ്റെ സോളോ പടത്തിൽ കണ്ടിട്ടുണ്ടായിരുന്ന തോറാണെങ്കിലും ഒരു ഡാർക്കർ വെർഷൻ ഓഫ് തോറിനായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അതും കോമഡി ഒന്നും പറയാതെ അത്ര ഫണ്ണൊന്നും ഇല്ലാത്തൊരു പടങ്ങളായിരിക്കും പുള്ളി ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇതിൽ നമ്മുടെ തൈക്ക വൈറ്റിറ്റി തോറിൻ്റെ ആ ഒരു ക്യാരക്ടറിനെ കുറച്ചുകൂടി കളർഫുള്ളായിട്ടും ഒരുപാട് കോമഡിയൊക്കെ പറയുന്ന ഒരു ഫൺ രീതിക്കായിരിക്കും അവതരിപ്പിച്ചിട്ടുണ്ടാവുക. അത് ക്ലിയർ ആയിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു രീതിക്ക് തോറിനെ കണ്ടതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം ഈ പടത്തിൽ നല്ല രീതിക്ക് വർക്കാവുകയും ചെയ്തു. അതിനുശേഷം ഇതേ ഫോർമുല വെച്ചിട്ട് ലവ് ആൻഡ് തണ്ടർ എടുത്തു. പക്ഷേ അത് വല്ലാതെ അങ്ങ് വെറുപ്പിക്കലായിപ്പോയി. പക്ഷേ ഇതൊരു കറക്റ്റ് മീറ്ററിൽ അങ്ങ് പോയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ ഒരു പടത്തിൽ എല്ലാം ഒരു ബാലൻസ്ഡ് ആയിരുന്നു. അതായത് ഹ്യൂമർ ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും എല്ലാം അതിൻ്റെതായ ഒരു പ്രസക്തിയിലായിരുന്നു ഉണ്ടായിട്ടുണ്ടായത്. സത്യം പറയുകയാണെങ്കിൽ ഇതിന് മുമ്പുള്ള പടങ്ങളിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ തോറിൻ്റെതായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി തന്നെ കൊടുത്തിട്ടുള്ള ഒരു പടമാണ് ഈ തോർ റാഗ്നറോക്ക്. അങ്ങനെ ഈ ഒരു പടത്തിലായിരിക്കും പുള്ളിയുടെ പവേഴ്സ് എന്താണെന്ന് സത്യം പറഞ്ഞാൽ റിയലൈസ് ചെയ്യുന്നത് തന്നെ. 1500 കൊല്ലമായി, എന്നിട്ട് ഇപ്പോഴാണ് ആ കുരുട്ട് ഇതൊക്കെ മനസ്സിലാക്കുന്നത് തന്നെ. സോ തോറിനെ കാണിച്ചിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണ് തോർ റാഗ്നറോക്ക്. അടുത്ത പടമാണ് ബ്ലാക്ക് പാന്തർ. ആക്ച്വലി ഇതിന് മുമ്പ് ബ്ലാക്ക് പാന്തർ സിവിൽ വാറിലായിരിക്കും വന്നിട്ടുണ്ടാവുക. അതിനുശേഷമാണ് ഈ പടം നടക്കുന്നത്. ആക്ച്വലി ഈ പടത്തിന് മെയിൻ പോസിറ്റീവായിട്ട് എനിക്ക് പറയേണ്ടത് 2 കാര്യമാണ്. ഒന്ന് നമ്മുടെ ചാദ്വിക് ബോസ്മാൻ, പിന്നെ നമ്മുടെ കിൽമോങ്കറിൻ്റെ വില്ലൻ ക്യാരക്ടറും. അതായത് പുള്ളിയുടെ വില്ലൻസിനത്തിന് കറക്റ്റായിട്ടുള്ള ഒരു റീസൺ ഉണ്ട്. അതായത് സ്വന്തം മുമ്പിൽ വെച്ചിട്ട് അച്ഛനെ കൊന്നിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ പുള്ളി എന്തായാലും വില്ലനായിട്ടല്ലേ വരുള്ളൂ. ആക്ച്വലി ആ ഒരു കാര്യമാണ് ഇതിൽ ഏറ്റവും വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള സംഭവം തന്നെ. കാരണം വില്ലൻ അത്രയും സ്ട്രോങ് ആകുമ്പോഴേ ഹീറോയ്ക്ക് അതിനാവശ്യമുള്ള ഒരു ബിൽഡപ്പ് കിട്ടത്തുള്ളൂ. ആ ഒരു സംഭവം ക്ലിയർ ആയിട്ട് ഇതിൽ വർക്കൗട്ടായി. പിന്നെ ഇതിൻ്റെ ഫൈനൽ ബാറ്റിൽ VFX അത്ര പോരാന്നൊക്കെ പറഞ്ഞിട്ട് VFX ആണ് എടുത്ത് കാണിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ ടൈമിൽ വലിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിറങ്ങുന്ന മാർവൽ മൂവീസിൻ്റെ VFX ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് എത്രയോ ബെറ്റർ ആയിരുന്നു. പടം 1 ബില്യൺ ക്ലബിലെങ്ങാണ്ട് ഓൾറെഡി കയറിയ പടമാണ്. പിന്നെ ഇറങ്ങുന്നതാണ് നമ്മുടെ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ. ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല, ഗോട്ട് അത്ര തന്നെ. ആക്ച്വലി ഒരുപാട് പേർക്ക് ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു പടം അവഞ്ചേഴ്സ് എൻഡ് ഗെയിം ആണെങ്കിലും പക്ഷേ അധികം കുറേ പേർക്ക് എൻഡ് ഗെയിമിനേക്കാളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇൻഫിനിറ്റി വാറാണ്. കാരണം ഈ ഒരു പടത്തിൽ നമ്മുടെ എല്ലാ ഹീറോസിനും അവരുടേതായിട്ടുള്ള ഒരു ഷൈൻ ചെയ്യാനുള്ള ടൈം കൊടുത്തിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ താനോസ് ചെയ്യുന്ന കാര്യം തെണ്ടിത്തരാണെങ്കിലും പുള്ളിയുടെ ആ പർപ്പസ് കറക്റ്റാണെന്ന് നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നിപ്പോവും. ഇതുവരെ ഇല്ലാത്ത പോലെ വില്ലൻ ജയിക്കുന്ന പോലെ ആയിരിക്കും ഈ പടം തന്നെ എൻഡ് ആയിട്ടുണ്ടാവുക. അതായത് വൺ ഓഫ് ദ ബെസ്റ്റ് വില്ലനെ MCUവിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവുക ഈ ഒരു പടത്തിലായിരിക്കും. അതിനുശേഷം ഈ ഇൻഫിനിറ്റി വാറിന് ശേഷം എൻഡ് ഗെയിമിന് മുമ്പ് വരെ 2 പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആ 2 പടത്തിൻ്റെ ഏറ്റവും വലിയ സക്സസ്സിന് കാരണം ഈ ഒരു പടത്തിൻ്റെ ക്ലിഫ് ഹാങ്ങർ ആയിട്ടുള്ള ഈ ഒരു എൻഡിങ് ആണ്. കാരണം ഇതിൽ വില്ലൻ ജയിച്ചു. അടുത്ത പടത്തിൽ ഇനി എങ്ങനെയാണ് നമ്മുടെ അവഞ്ചേഴ്സ് എല്ലാം തിരിച്ചു പിടിക്കാൻ വേണ്ടി പോകുന്നത്, അങ്ങനെയുള്ള രീതിക്കായിരിക്കും ഈ പടം തന്നെ എൻഡ് ആയിട്ടുണ്ടാവുക. സോ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസിൽ
ബെസ്റ്റ് മൂവീസാണ് ഇൻഫിനിറ്റി വാർ. പ്രത്യേകിച്ച് ഇതിൽ ഓരോ ഹീറോസിനും അവരുടേതായിട്ടുള്ളൊരു ഷൈനിങ് മൊമെൻ്റ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കനാണെങ്കിൽ ആ മെട്രോ സീന്, പിന്നെ നമ്മുടെ തോറിനാണെങ്കിൽ ആ വക്കാണ്ടയിൽ വന്നിറങ്ങുന്ന സീന്, അയൺമാൻ ആണെങ്കിൽ അയൺമാൻ വേഴ്സസ് താനോസ് എന്നുള്ള ഒരു ഫൈറ്റ്, പിന്നെ ഡോക്ടർ സ്ട്രേഞ്ച് വേഴ്സസ് താനോസ് എന്നുള്ള ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എല്ലാ അവഞ്ചേഴ്സിനും അവരുടേതായിട്ടുള്ള ഒരു ഷൈനിങ് മൊമെൻറ്റ് ഈ പടത്തിൽ കൊടുത്തിട്ടുണ്ടാവും. ഹൾക്ക് വേഴ്സസ് നമ്മുടെ താനോസ്, അങ്ങനെയുള്ള എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു മസാലയായിരിക്കും ഈ ഒരു സാധനം. അതിനുശേഷം ഇറങ്ങിയിട്ടുള്ള പടമാണ് ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ്. പക്ഷേ എനിക്ക് ഈ പടം അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം കൊള്ളത്തില്ലെന്നല്ല, എന്തോ പോരാ അത്ര തോന്നി. കാരണം ആൻഡ്മാൻ 1 പോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ആ കോമഡിയും പരിപാടിയും പിന്നെ ഗോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്ത് എനിക്ക് വലിയൊരു ഇതൊന്നും തോന്നിയില്ല. പിന്നെ ഇതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ് മെയിനായിട്ട്, അതായത് നമ്മുടെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമായിട്ട് കണക്ട് ചെയ്യുന്ന പോലെ കാണിച്ചിട്ടുള്ളത്. പിന്നെ ആൻഡ്മാൻ ഒരു വലിയ റോള് എൻഡ് ഗെയിമിലുണ്ട്. സോ ഈ ഒരു സംഭവം ആ ഒരു കാരണം കൊണ്ട് മാത്രം ഹിറ്റായതാണ്. എന്ന് വെച്ചിട്ട് പടം മോശമാണെന്നല്ല, കൊള്ളാം. അതിനുശേഷം ഇറങ്ങുന്നതാണ് ദ ക്യാപ്റ്റൻ മാർവൽ. ആക്ച്വലി ഈ ഒരു പടം വലിയൊരു ഹിറ്റായിരുന്നു, പക്ഷേ ഒരുപാട് പേർക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലാത്തൊരു പടം കൂടിയാണ് ഇത്. കാരണം അതുവരെ ഇല്ലാത്ത പോലെ ഒരു സൂപ്പർ പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറിനെ കാണിച്ചു, പക്ഷേ ഇതുവരെ ഉണ്ടായിട്ടുള്ള പോലെ നമ്മുടെ ക്യാരക്ടേഴ്സിനുള്ള ഒരു ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ഒന്നും ഈ ഒരു ക്യാപ്റ്റൻ മാർവലിൽ കാണിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ഹേറ്റി, ഈ പടത്തിൽ അഭിനയിച്ചിട്ടുള്ള ബ്രീ ലാർസൺ വല്ലാത്തൊരു ഫെമിനിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ആക്ടറിന് വല്ലാത്തൊരു ഹെയ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് ഈ പടത്തിനും അത്യാവശ്യം നല്ലൊരു ഹെയ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഇൻഫിനിറ്റി വാറിന് ശേഷം അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് മുമ്പുള്ള ഒരു ഹൈപ്പിൽ ഇറങ്ങുന്ന പടമാണ്. സോ ആ ഒരു ഹൈപ്പ് ഇത് നല്ല രീതിക്ക് തന്നെ ഈ പടത്തിന് യൂസായി വലിയൊരു പടം ഹിറ്റായിട്ട് തന്നെ മാറുകയും ചെയ്തു. പക്ഷേ എനിക്ക് വലിയൊരു രീതിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം, അതായത് മാർവലിൻ്റെ വൺ ഓഫ് ദ പീക്ക് മൂവി. അതായത് ഇന്നേ വരെ മാർവലിൻ്റെ എല്ലാ പടങ്ങളിലും കാണിച്ചിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു ഈ എൻഡ് ഗെയിം. ഈ പടം മെയിനായിട്ട് നമ്മുടെ അവഞ്ചേഴ്സിന് സത്യം പറഞ്ഞാൽ ഒരു എൻഡ് കൊടുത്തിട്ടുള്ള ഒരു പടം കൂടി തന്നെയാണ്. കാരണം ഇതിൽ ഓൾറെഡി നമ്മുടെ അയൺമാനെ കൊന്നു കളഞ്ഞു. പിന്നെ നമ്മുടെ തോർ ഗാർഡിയൻസിൻ്റെ കൂടെ ഈ സ്പേസ് അഡ്വഞ്ചേഴ്സിന് വേണ്ടി പോകുന്ന പോലെ ആയിരിക്കും ഇതിൽ കാണിച്ചിട്ടുണ്ടാവുക. അതേപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക പാസ്റ്റിൽ പോയിട്ട് പുള്ളിയുടെ ലൈഫ് ജീവിക്കുന്ന പോലെ അങ്ങനെ പുള്ളിയുടെ ക്യാരക്ടറിനും ഒരു എൻഡ് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ നട്ടാഷ ആ വോർമിയറിലാണെങ്കിൽ ആ സ്റ്റോണിന് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ക്ലിൻ്റ് ആണെങ്കിൽ പുള്ളിയുടെ ഫാമിലിയുടെ കൂടെ പോയിട്ടുണ്ടാവും. അതായത് ഒഫീഷ്യലി ഏതാണ്ട് നമ്മുടെ അവഞ്ചേഴ്സ് തന്നെ ഡിസമാൻഡിലായ പോലത്തെ ഒരു പടമാണ് ഈ പടം. പിന്നെ പ്രത്യേകിച്ച് അതിൻ്റെ ക്ലൈമാക്സിൽ നമ്മുടെ അയൺമാൻ മരിച്ച ആ ഇമ്പാക്റ്റ് ഒന്നും 1.5 ആഴ്ചയായിട്ട് എന്നെ വിട്ടു പോയിട്ടില്ലായിരുന്നു ആ പടം തിയേറ്ററിൽ കണ്ടേ. പിന്നെ ഇതിൽ ക്യാരക്ടർ ആർക്കാണെങ്കിലും അതിനനുസരിച്ചൊരു മെച്ചപ്പെട്ടായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. അതായത് നമ്മുടെ ടോണി സ്റ്റാർക്കും ക്യാപ്റ്റൻ അമേരിക്കയൊക്കെ അടിച്ച് പിരിഞ്ഞിട്ടായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അവർ വീണ്ടും ഇതിൽ ഒന്നിക്കുന്നുണ്ട്. ആ ഒരു കെമിസ്ട്രിയൊക്കെ ഇതിൽ നന്നായിട്ട് തന്നെ വർക്കൗട്ടായി. പക്ഷേ ഫാൻസ് കുറേ ആഗ്രഹിച്ചൊരു കാര്യം ഇതിൽ നടന്നിട്ടില്ലായിരുന്നു. അതായത് ഹൾക്ക് വേഴ്സസ് താനോസ് എന്നുള്ളൊരു റീമാച്ച് എല്ലാവരും വിചാരിച്ചായിരുന്നു, പക്ഷേ ഇതിൽ നമുക്ക് കിട്ടിയിട്ടില്ല. അതായത് ഇതുവരെ ഇറങ്ങിയിട്ടുള്ള പടങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയും മാർവലിൻ്റെ പീക്ക് മൂവിയാണ് ഈ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം. അതിനുശേഷം പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു. അതിനുശേഷം ഈ ഫേസ് 4 അവസാനിച്ചിട്ടൊന്നുമില്ല. ഇതിനുശേഷം ഒരു പടം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് മാർവലിൻ്റെ ഫേസ് 4 അവസാനിക്കുന്നത്. ആ പടം വേറെ ഒന്നല്ല, നമ്മുടെ സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം. അതായത് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് ശേഷം നമ്മുടെ അയൺമാൻ മരിച്ചിട്ടുണ്ടാവും. ആ അയൺമാൻ്റെ മരിച്ചുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമ്മുടെ സ്പൈഡർമാൻ്റെ ഈ സ്റ്റോറി പോയിട്ടുണ്ടാവുക. കാരണം മരിച്ചതിന് ശേഷം പുള്ളിയുടെ ആ ടെക്നോളജിയുടെ ആ ഈഡിറ്റ് ആയിട്ടുള്ള സാധനം നമ്മുടെ പീറ്റർ പാർക്കറിന് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ അതടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് അയൺമാൻ്റെ കമ്പനി തന്നെ പഴയ ഒരു വർക്കറായിട്ടുണ്ടായിരുന്ന നമ്മുടെ മിസ്റ്റീരിയ വന്ന് അങ്ങനെ ആ രീതിക്കൊക്കെ ആയിരിക്കും പടം പോയിട്ടുണ്ടാവുക. ആക്ച്വലി നല്ലൊരു പടം തന്നെയായിരുന്നു. പക്ഷേ ഇതിൽ ആ മിസ്റ്റീരിയോയുടെ ക്യാരക്ടറിനെ കുറച്ചും കൂടി നല്ല രീതിക്ക് തന്നെ പുഷ് ചെയ്യായിരുന്നു. പക്ഷേ പുള്ളിനെ തീർത്ത് കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇതിൽ നമ്മുടെ സ്പൈഡർമാൻ്റെ ഐഡൻറ്റിറ്റി ഒക്കെ റിവീൽ ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു പടമായിരിക്കും അടുത്ത നമ്മുടെ നോവേ ഹോമിക്കുള്ള ഒരു ലീഡൊക്കെ കൊടുത്തിട്ടുണ്ടാവുക. ആക്ച്വലി ഈ ഒരു പടത്തിലാണ് നമ്മുടെ സ്പൈഡർമാൻ പുള്ളിയുടെ പവേഴ്സ് തന്നെ സത്യം പറഞ്ഞ ഒരു കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നത്. പുള്ളിയുടെ സ്പൈഡർ സെൻസൊക്കെ പുള്ളി നല്ല രീതിക്ക് തന്നെ ക്ലിയർ ആയിട്ട് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കണ്ണടച്ചിട്ടൊക്കെ പുള്ളി ഫൈറ്റ് ചെയ്യുന്ന പോലെയൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ടാവും. അതായത് പുള്ളീനെ എല്ലാവർക്കും അതായത് നമ്മുടെ സ്പൈഡർമാൻ്റെ ക്യാരക്ടർ തന്നെ ഒന്ന് മാറിയത് ഈ പടത്തിലാണ്. സോ ഈ ഒരു പടത്തോടെ നമ്മുടെ മാർവലിൻ്റെ ഫേസ് 4 അവസാനിച്ചു. ഇത്രയാണ് മാർവലിൻ്റെ ഫേസ് 1 തൊട്ട് ഫേസ് 4 വരെ ഇറങ്ങിയിട്ടുള്ള പടങ്ങൾ. ഇപ്പോൾ ഇതിൽ ഞാൻ ഒട്ടുമിക്ക കുറേ പടങ്ങളൊക്കെ ചിലപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്ന് വിചാരിച്ചിട്ട് എല്ലാം മോശം പടങ്ങളാണെന്നല്ല, ഈ ഫേസ് 4 ബാക്കിയുള്ള പടങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ പടങ്ങൾ ഇത്ര പോരാ, അങ്ങനെ ആയിരിക്കും ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എന്ന് വിചാരിച്ചിട്ട് ഈ ഇത്രയും പറഞ്ഞിട്ടുള്ള എല്ലാ പടങ്ങളും കിടിലൻ പടങ്ങൾ തന്നെയാണ്. കാരണം ആ പടങ്ങളൊക്കെ അത്രയും കിടിലൻ ആയതുകൊണ്ടാണ് ഇപ്പം ഇറങ്ങുന്ന പടങ്ങളൊക്കെ മോശമാണെന്ന് നമുക്ക് തോന്നുന്നത് തന്നെ. ആക്ച്വലി ബ്ലാക്ക് വിഡോ എന്ന് പറഞ്ഞിട്ട് ഫേസ് 5 ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഈ ഫേസ് 4 മുമ്പ് എൻഡ് ഗെയിമിനും ഇൻഫിനിറ്റി വാറിനൊക്കെ മുമ്പ് ഇറങ്ങേണ്ട ഒരു പടമായിരുന്നു. അതായത് സിവിൽ വാറിന് ശേഷമായിരുന്നു ആ ഒരു സ്റ്റോറി തന്നെ നടക്കുന്നത്. ആ ഒരു പടം അപ്പം ഇറങ്ങിയിരുന്നെങ്കിൽ അത്യാവശ്യം ഒരു നല്ല രീതിക്ക് തന്നെ ആ പടം ഓടിയേനെ.
പക്ഷേ ഓൾറെഡി ഒരു മരിച്ച ക്യാരക്ടറാണ്. അതുകൊണ്ട് ഇനിയുള്ള അങ്ങോട്ടുള്ള MCUവിൽ ആ ക്യാരക്ടറിന് വലിയ റോളൊന്നും ഇല്ലാന്നായിരിക്കും വിചാരിച്ചിട്ടായിരിക്കും ആ പടമൊന്നും അധികം ആരും കണ്ടിട്ടുണ്ടാവാത്തത്. ആ പടത്തിൽ നമ്മുടെ എലേന ബലേനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഒരു മിസ്പ്ലേസ്മെൻ്റ് ആയിപ്പോയി ആ പടം തന്നെ. കാരണം ആ ഫേസ് 5 വന്നത് ഫേസ് 4 അല്ലെങ്കിൽ ഫേസ് 3 വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേ. സോ ഇത്രയൊക്കെയാണ് മാർവലിൻ്റെ ഫേസ് 1 തൊട്ട് 4 വരെ ഇറങ്ങിയിട്ടുള്ള പടങ്ങൾ. എല്ലാം ബെസ്റ്റ് മൂവീസ് തന്നെയാണ്. എന്നാലും അവിടെ ഇവിടെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. സോ ഇതിൻ്റെയൊക്കെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. ഇനി ഏത് തരത്തിലുള്ള വീഡിയോസൊക്കെ വേണമെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.